ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഡിഗ്രി അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എല്ലാവിധ കണ്ടന്റുകളും വീഡിയോകളും നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എഫർട്ട് തന്നെയാണ്. നിങ്ങൾ കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ടാണ് ഈ പറയുന്ന പുതിയ പുതിയ വീഡിയോകൾ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഡിഗ്രി അഡ്മിഷൻ കംപ്ലീറ്റ്ലി പ്യൂർലി ബേസ്ഡ് ഓൺ ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് അലോട്ട്മെന്റ്. ഡിഗ്രിയിൽ നിങ്ങൾ ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ കോളേജിനും, ഇപ്പോൾ ഓട്ടോണോമസ് ആണെങ്കിൽ ഓരോ കോളേജിനും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതല്ല, യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി പ്രോസസ്സിലൂടെയാണ് പോകുന്നതെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഫോർമുലകളുണ്ട്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊന്നുമല്ല, BSc ഫിസിക്സ് എടുക്കുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, BSc ഫിസിക്സിന് വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഡെക്സ് മാർക്കിൽ പരിഗണിക്കുന്ന കാര്യം? ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെൻ്റ് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ +2 ടോട്ടൽ മേടിച്ച മാർക്കാണ്. അപ്പോൾ സാധാരണ VHSC ആണെങ്കിൽ അതിനൊരു കൺവേർഷൻ നടക്കും. സ്റ്റേറ്റുകാരാണെങ്കിൽ 1200 എത്ര മാർക്ക് നിങ്ങൾ ടോട്ടലായിട്ട് മേടിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. ആ മാർക്ക് എടുക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി മറ്റൊരു ഇൻഡെക്സ് മാർക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ സെപ്പറേറ്റ് മാർക്ക്. ഫോർ എക്സാമ്പിൾ, BSc ഫിസിക്സ് ആണ് എങ്കിൽ ഫിസിക്സിന് മാത്രമായിട്ട് എത്ര മാർക്ക് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് എല്ലാം നിങ്ങൾ ഓൾറെഡി മേടിച്ച മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാകും. അതുകൂടി ഒന്നുകൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. അതായത് 1200 ആണ് നിങ്ങൾക്ക് +2 മേടിച്ചത്, ഫിസിക്സിന് മാത്രം 200 ഒരു 180 ആണ് നിങ്ങൾ മേടിച്ചതെങ്കിൽ അത് വീണ്ടും ഈ പറയുന്ന 1200 മേടിച്ച എത്ര മാർക്കാണോ അതിന്റെ കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? ഇനി ചില വിഷയങ്ങൾ, ഇപ്പൊ പറഞ്ഞ പോലെ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ചില വിഷയങ്ങളാണെങ്കിൽ അതിന് ബദലായിട്ടുള്ള, ഇപ്പോൾ സൈക്കോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ ആഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പോലുള്ള ചില സബ്ജക്റ്റിന്റെയും ഓപ്ഷണൽ ലാംഗ്വേജിന്റെയും ഒക്കെയാണ്. ആ രീതിയിൽ ഓരോ സബ്ജക്റ്റിനും ചിലപ്പോൾ ഇത് ഡിഫറെന്റ് ആകും. ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഇത് ഡിഫറെന്റ് ആകും. അത് വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ട് 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +2 മാർക്ക് പ്ലസ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒന്നിലധികമോ മാർക്ക്. ഓക്കെ, ദെൻ പിന്നീട് വരുന്നത് നിങ്ങളുടെ ബോണസ് പോയിന്റ് ആണ്. ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 NSSO അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മറ്റൊരുപാട് ക്രൈറ്റീരിയകളുണ്ട്. ഒന്ന് ക്ലബ് ആക്ടിവിറ്റീസിനുള്ള ബോണസ് പോയിന്റ്, അതല്ലാതെയുള്ള ചില പ്രത്യേക കോട്ടകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഗ്രേസ് മാർക്കിന്റെ അവാർഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ബോണസ് പോയിന്റുകൾ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രീമിന് ഫൈനൽ ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഈ ഫൈനൽ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന അലോട്ട്മെന്റ് ലിസ്റ്റ് വരുന്നത്. ഇവിടെ മറ്റൊരു ഫാക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഡെക്സ് മാർക്ക് വെച്ച് അലോട്ട്മെന്റ് ലിസ്റ്റ് വരുമ്പോഴും അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, അതായത് അഡ്മിഷൻ എടുക്കാൻ നേരത്ത് അവിടെ ഈ പറയുന്ന പ്രയോറിറ്റി, ഇൻ കേസ് ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു തുണയായിട്ട്, ഒരു ഹെൽപ്ഫുൾ ഫാക്ടറായിട്ട് പിന്നീട് വരും. സോ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഈ വീഡിയോ. ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ജനറൽ അവയർനെസ് തരികയാണ് ഈ വീഡിയോ. കാരണം നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഫോർമുലയും എല്ലാ ഓട്ടോണോമസ് കോളേജുകളുടെയും ഫോർമുലയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ധൈര്യമായിട്ട് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.